നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഫാറ്റി ലിവർ അപകടകരമാകുന്നത് എപ്പോൾ എന്നതാണ് വിഷയം. കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. കൊഴുപ്പടങ്ങിയ ഭക്ഷണരീതിക്കൊപ്പം ഉദാസീനമായ ജീവിതശൈലി മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ചും ഇത് ഏത് അവസ്ഥയിലാണ് അപകടകരം ആകുന്നത് എന്നെല്ലാമാണ് കോൾ സെന്ററിൽ വിശദമാക്കുന്നത്. ഇതിനായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ നുസൽ മൂപ്പൻ നമ്മോടൊപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം. സ്വാഗതം ഡോക്ടർ കോൾ സെന്ററിലേക്ക്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ. ശരിക്കും എന്താണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്? ഫാറ്റി ലിവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കരൾ കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥേനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയാം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ വരാം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ലിവറാണ്. പക്ഷേ മദ്യപാനം ഉള്ളവരിൽ ഫാറ്റി ലിവർ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നെയാണ് സിറോസിസിലേക്കൊക്കെ പോവുക. ചില വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണം കൊണ്ടും ഫാറ്റി ലിവർ വരാം. അതുപോലെ തന്നെ ചില ജനിതകമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ഫാറ്റി ലിവർ വരാം. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ അനുബന്ധമായിട്ട് വരുന്ന കരളിൽ കൊഴുപ്പടിയുന്ന ഫാറ്റി ലിവറിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മുന്നത്തേനേക്കാളും വളരെയധികം കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാറ്റി ലിവർ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിനായിട്ട് എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് അവർക്ക് ഉണ്ടാവുന്നത്? ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല. ചില ഹെൽത്ത് ചെക്കപ്പിനായിട്ട് വരുന്ന ആളുകളിൽ അവരിൽ ചിലപ്പോൾ എൻസൈമിൽ വ്യതിയാനം ഉണ്ടാകാം, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് എടുക്കുമ്പോൾ അതിൽ കൊഴുപ്പടിഞ്ഞതിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആയിട്ട് രോഗികൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻസിഡൻ്റലി ഡിറ്റക്റ്റ് ആവുന്ന രീതിയിലാണ് ഫാറ്റി ലിവർ പലപ്പോഴും നമ്മളുടെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് വരാറ്. അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫർദറായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുക. അതായത് ഈ ഒരു ആദ്യഘട്ടത്തിൽ അപ്പോൾ ചികിത്സ ലഭിക്കാതിരിക്കുമ്പോൾ പിന്നീട് ഭാവിയിലേക്ക് ഈ ഫാറ്റി ലിവർ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഡോക്ടർ എന്നെ പറയുകയുണ്ടായി, അതായത് ആദ്യഘട്ടത്തിൽ കണ്ടുപിടിക്കുക എന്നത് വളരെ ദുർഘടമാണ്. അപ്പോൾ അത്തരത്തിൽ കണ്ടുപിടിക്കാതാവുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്? ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെക്ട്രം ഓഫ് പ്രോബ്ലമാണ്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കരളിനെ മാത്രം ബാധിക്കുന്നതല്ല. കരളിനെ കൂടാതെ തന്നെ ഫാറ്റി ലിവർ അടിഞ്ഞിരിക്കുന്ന ആളുകളിൽ കാർഡിയോവാസ്കുലർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗപ്രശ്നങ്ങളൊക്കെ വരാനുള്ള റിസ്കുകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ യങ് ആയിട്ടുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ അങ്ങനത്തെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന രോഗികളിൽ പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ടാകും. അതേപോലെ തന്നെ ചെറിയ പ്രായത്തിൽ സ്ട്രോക്ക് ഒക്കെ വരുന്നവരിലും ഫാറ്റി ലിവർ അങ്ങനത്തെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവറിന് തന്നെ പല പല സ്റ്റേജുകളുണ്ട്. 4 സ്റ്റേജായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 5% കൂടുതൽ. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ ഒരു കോളർ ഉണ്ട്, ഹംനയാണ് പയ്യോളിയിൽ നിന്ന് വിളിക്കുന്നത്. ഹംന, ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ, കേൾക്കാം. വയറ് വീർക്കുന്ന ഒരു പ്രശ്നം 2 വർഷമായിട്ടുണ്ട്. വയറ് എന്ത് ഫുഡ് കഴിച്ചാലും വയറ് വീർത്ത് വരും. ആർക്കാണ്? നിങ്ങൾക്ക് തന്നെയാണോ ബുദ്ധിമുട്ടായിട്ടുള്ളത്? എത്ര വയസ്സ്? എത്രയാണ്? 30 വയസ്സ്. 30 വയസ്സ്. മുന്നേ കരൾ രോഗം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണോ? അതോ മുന്നേ കരളിന് എന്തെങ്കിലും അസുഖമുള്ള ആളാണോ? അതോ അല്ലാതെ വയറ് പെരുക്കമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ? ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. മുന്നേ കരളിന് അസുഖമുള്ള ആളാണോ? അതോ അല്ലാതെ വയറ് പെരുക്കായിട്ടുള്ള ബുദ്ധിമുട്ടാ? ഹംന, ചോദിച്ചോളൂ, ഡോക്ടറിന് കേൾക്കാം. മുൻപ് കരൾ രോഗം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. അപ്പൊ കരൾ രോഗമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വയറ് പെരുക്കം പലപ്പോഴും ചെറിയ ഈ 30 വയസ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആസിഡിറ്റി അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും വരാം. അപ്പം അതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ എന്തായാലും ഒന്ന് അടുത്തുള്ള ഫിസിഷ്യനോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിക്കുക. നെഞ്ചരിച്ചിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളാണോ? വയറുവേദന. അത് കൂടുതൽ സാധ്യത ഗ്യാസ്ട്രൈറ്റിസ് അനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. മുന്നേ മഞ്ഞയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ? കാലിൽ നീരായിട്ടോ അങ്ങനെയൊന്നും ഇല്ല? ഗ്യാസ്ട്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. എന്നാലും രോഗിയെ നേരിട്ട് കാണാതെ നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പം രോഗിനെ നേരിട്ട് കണ്ട് ചികിത്സിച്ച് നോക്കിയതിന് ശേഷം പരിശോധനയ്ക്ക് ശേഷമൊക്കെ
കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കരൾ സംബന്ധമായിട്ടുള്ള ആവാനുള്ള സാധ്യതകൾ കുറവാണ്. പ്രശ്നങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറോട് ഓ ഫാറ്റി ലിവർ ഒരു വളരെയധികം അഡ്വാൻസ് സ്റ്റേജ് ആയിട്ട് പിന്നെ സിറോസിസ് എന്നൊക്കെ പറയും. കരളിൽ ചുരുക്കമൊക്കെ വരുന്ന സമയത്താണ് വയറിൽ നീരായിട്ടൊക്കെ വരാനുള്ള സാധ്യത. അത് വയറ് പെരുകുന്നത് എപ്പോഴും നീര് കൊണ്ടാവണമെന്നില്ല, അല്ലാതെ ഗ്യാസ് ആയിട്ട് ഉള്ളത് കൊണ്ടും വയറിൽ പെരുക്കമായിട്ട് വരാം. അപ്പം അതിന് ആദ്യം ഒന്ന് അൾട്രാസൗണ്ട് സ്കാന് മുതലായ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അങ്ങനെയുള്ള പരിശോധനകളൊക്കെ ചെയ്തിട്ട് കരളിന് കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ മറ്റൊരു കോളർ കൂടിയുണ്ട്. സജീറാണ് പേരാവൂരിൽ നിന്ന് വിളിക്കുന്നത്. സജീർ ചോദിച്ചോളൂ ഡോക്ടറിനോട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. വിളിക്കുന്നത് സജീർ പേരാവൂരിന്നാണ്. പിന്നെ നിലവില് ഫാറ്റ് ലിവർ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ഓൾറെഡി ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മള് ഫാറ്റ് ലിവർ നമുക്ക് വയറുവേദന നിരന്തരം വയറുവേദന വന്നുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവര് പറയുന്നു ഫാറ്റ് ലിവറിന്റെ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ഓൾറെഡി മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്, പക്ഷെ ബാക്ക് പെയിൻ വിട്ടുപോകുന്നില്ല. ഈ വേദന ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് ബാക്ക് പെയിൻ്റെ ആണോ? അതെ, ബാക്ക് പെയിൻ ആണ്. ഈ വേദനയും ഫാറ്റി ലിവറും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. എവിടെ നടുവിനാണോ വേദനയായിട്ടുള്ളത്? അതെ, നടുവിനാണ്. ഏജ് എത്രയാണ്? 39. ജോലി എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണ്. അപ്പം ഫാറ്റി ലിവർ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു രോഗലക്ഷണമായിട്ടൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവില്ല. വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലൊക്കെ പോകുമ്പോഴാണ് കാലിൽ നീര് വരിക, വയറിൽ നീര് വരിക, ബോധത്തിലുള്ള വ്യത്യാസം അങ്ങനെയൊക്കെ ആയിട്ട് വരിക. അല്ലാതെയുള്ള വേദന അതിൻ്റെ അനുബന്ധമായിട്ട് കശേരുക്കളിൽ ഉള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ഞരമ്പുകൾക്കുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മസിൽ അനുബന്ധമായിട്ടുള്ള വേദനയാണോ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടതായിട്ടുള്ളത്. അതൊരു ഓർത്തോ ഡോക്ടറിനെ അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്താണ് കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഫാറ്റി ലിവർ കാരണം കൊണ്ട് അങ്ങനെ ഒരു നടുവേദന വരേണ്ട കാര്യം ഇല്ല. അപ്പം നിങ്ങൾക്ക് വയറുവേദന കൊണ്ട് നോക്കിയത് കൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസിഡൻ്റലി എന്ന് പറഞ്ഞാൽ വേറൊരു രോഗലക്ഷണത്തിന് വേണ്ടി നോക്കിയപ്പോൾ ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഫാറ്റി ലിവറിൻ്റെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ കുറയില്ല. അല്ലാതെയുള്ളത് അമിതവണ്ണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കഴിഞ്ഞാലും കുറേ ഒരളവിൽ ഈ നടുവേദന ഇതിലൊക്കെ വ്യത്യാസം കാണാറുണ്ട്. ശരി. സജീറിന് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ സജീർ തന്നെ ഇപ്പോൾ പറയുകയുണ്ടായ ആദ്യ ഘട്ടമാണ് ഫാറ്റി ലിവറിന്റെ. നമ്മളും നേരത്തെ അതേക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് ഈ ഫാറ്റി ലിവറിന്റെ ഓരോ ഘട്ടങ്ങൾ? ഏതൊക്കെയാണ് ഘട്ടങ്ങൾ? സ്റ്റേജ് 1 എന്ന് പറയുന്നത് 5% കൂടുതൽ കരളിൽ കൊഴുപ്പ് അടിയുന്നതിനാണ് സ്റ്റേജ് 1 എന്ന് പറയാം. സ്റ്റേജ് 2 ഈ കരളിൽ കൊഴുപ്പടിഞ്ഞതിന് ശേഷം നീർവീക്കം വരുന്നു എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷനിലോട്ട് പോകുമ്പോഴാണ് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. സ്റ്റേജ് 3 എന്ന് പറയുമ്പം ഈ ഇൻഫ്ലമേഷൻ വന്നതിന് ശേഷം ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞിട്ട് ഹീലായി പോകുമ്പോൾ പലപ്പോഴും ഈ ഫൈബ്രോസിസ് എന്ന് പറയും. അപ്പം ചെറിയ കൊളാജൻ ഡെപ്പോസിറ്റുകളായിട്ട് കരളിൽ ഫൈബ്രോസ് ആകുമ്പോഴാണ് സ്റ്റേജ് 3 എന്ന് പറയാം. ഫൈബ്രോസ് വളരെയധികം അഡ്വാൻസ് ചെയ്ത് പോകുമ്പോഴാണ് സ്റ്റേജ് 4 അഥവാ സിറോസിസിലോട്ട് പോകുന്നത്. പിന്നെ സിറോസിസ് കുറേ നാൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ ലിവറിൽ ക്യാൻസർ അതുപോലെയുള്ള പ്രശ്നങ്ങളും സിറോസിസിൻ്റെ ഡീകോമ്പൻസേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വയറ്റിൽ നീര് വരിക, രക്തം ഛർദ്ദിക്കുക, ബോധത്തിൽ വ്യത്യാസം വരിക, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റേറ്റോസിസ് കണ്ട ആൾക്ക് ഒരു 20 വർഷത്തിൽ പഠനങ്ങൾ പറയുന്നത് ഒരു 5% സാധ്യതയാണ്. അതേപോലെ സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർക്ക് ഒരു 25% പേരൊക്കെ സിറോസിസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഓവർ ദി ഇയേഴ്സ്. അങ്ങനെ ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ഒരാൾക്ക് പൂർണ്ണമായിട്ടും രോഗം മാറുന്ന ഒരു സ്റ്റേജ് അത് ഏതൊക്കെയായിരിക്കും? അതിപ്പോൾ നേരത്തെ നമ്മൾ ആ സ്റ്റേജുകൾ പറഞ്ഞല്ലോ. സ്റ്റേജിൽ റിവേഴ്സിബിൾ ഒരു പരിധി വരെ റിവേഴ്സിബിൾ ആണ്. അതിനപ്പുറത്തോട്ടായി കഴിഞ്ഞാൽ പലപ്പോഴും റിവേഴ്സിബിൾ അല്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജ് 3 എന്നുള്ള ഒരു ഫൈബ്രോസ് ആയിട്ടുള്ള സ്റ്റേജിൽ ഒരു F2 ആ ഒരു സ്റ്റേജ് വെച്ചിട്ട് നമ്മൾ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും പിന്നെ കുറച്ച് അധികം മരുന്നുകൾ നമുക്കില്ല ഫാറ്റി ലിവറിന്. അപ്പോൾ ആ മരുന്നുകൾ വെച്ചും അതേപോലെ തന്നെ ജീവിതക്രമത്തിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത്. വെയിറ്റ് കുറയ്ക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഒരു F2 വരെ എന്ന് പറഞ്ഞാൽ ഫൈബ്രോസിസിൻ്റെ ഒരു ഘട്ടം വരെ റിവേഴ്സിബിൾ ആണ്. അത് കഴിഞ്ഞ് സിറോസിസിനോട് അടുക്കും തോറും പിന്നെ അതൊരു ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ തിരിച്ച് മടക്കമില്ലാത്ത രീതിയിലേക്ക് കരളിന് ഡാമേജ് ആവുന്ന ഒരു സ്റ്റേജിലോട്ട് പോകുന്നതാണ്. ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. ഷഹനാണ് അബുദാബിയിൽ നിന്ന് വിളിക്കുന്നത്. ഷഹൻ ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ പേര് ഷഗൻ എന്നാണ്. ഞാൻ അബുദാബിയില് ഒരു 15 വർഷമായിട്ട് ഗൾഫിലുണ്ട്. എന്റെ കുടുംബപരമായിട്ട് ഫാറ്റി ലിവർ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ എനിക്കിപ്പം സെക്കൻഡ് സ്റ്റേജ് ആണ്. ഞാനൊരു 3-4 വർഷമായിട്ട് ഗ്യാസിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അൾട്രാസൗണ്ട് ചെയ്തപ്പം ഫസ്റ്റ് കണ്ടു. അപ്പൊ ഒരു കഴിഞ്ഞ വർഷം സെക്കൻഡ് സ്റ്റേജിലോട്ട് മാറി. ഞാൻ ഗ്രേഡ് 2 ആയി. എനിക്ക് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഈ റിഫ്ലക്സ് പോലത്തെ പ്രശ്നങ്ങളും
പിന്നെ രണ്ടാമത് ഡോക്ടർ ഈ സ്റ്റൂളിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധമായിട്ടാണോ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. വീട്ടുകാർ വൈഫിനും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ വീട്ടില് അമ്മയ്ക്കും അച്ഛനൊന്നും അങ്ങനെയല്ല, അവരുടെ കുടുംബത്തിലും ഇല്ല. ഇനി ഗൾഫിൽ നിന്നതിന്റെ ചൂട് കൊണ്ടാണോ ഇനി ഇവിടുത്തെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. എങ്ങനെ നിങ്ങൾക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ? ഡയബറ്റിക് ഫസ്റ്റ് സ്റ്റേജ് വന്നു. ഇതും രണ്ടും കൂടെ ഒരുമിച്ച് വന്നതുപോലെ. അതിനൊരു 3-4 വർഷമായി ടൈപ്പ് 1. പക്ഷെ ഒരു HbA1c 6.5 to 7 അത്രേ ഉള്ളൂ, വലിയ ഇതാവുന്നില്ല. സംടൈംസ് കൂടുന്നുള്ളൂ. പക്ഷെ ഈ ഫാറ്റി ലിവറിന്റെ എനിക്ക് നല്ലപോലെ ഫീല് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സ്കാൻ എപ്പോഴായിരുന്നു ചെയ്തത്? അൾട്രാസൗണ്ട് സ്കാൻ? അൾട്രാസൗണ്ട് ഞാനൊരു 3 മാസം മുന്നേ ചെയ്തു. എനിക്ക് വയറ്റില് എനിക്ക് ഭയങ്കര എനിക്കൊരു ഒത്തിരി സ്റ്റൂളിനൊക്കെ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഞാനൊന്ന് പേടിച്ചിട്ട് പോയി ചെയ്തു. അപ്പം പറഞ്ഞു അതൊരു ലിവറിന്റെ ഒരു ഇൻഫെക്ഷൻ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു വർഷത്തിലൊരിക്കൽ ഇൻഫെക്ഷൻ പോലെ വരുന്നുണ്ട്. ലിവറിന്റെ എൻസൈമുകൾ കൂടുതലായിട്ടുണ്ടോ? SGPT അങ്ങനെയുള്ള എൻസൈമുകൾ എന്തെങ്കിലും കൂടുതലായിട്ട്? അല്ല, ആ സമയത്ത് എന്താ ഒരു സാധനം ഒരു റീഡിങ്ങിൽ കൂടുതലായിട്ട് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പലപ്പോഴും ഒരു സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള സ്റ്റേജിലാണ് പലപ്പോഴും ഈ എൻസൈമുകൾ കൂടിയിട്ട് നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കരളിൽ കട്ടി കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ളത് അൾട്രാസൗണ്ടിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഈ ഇലാസ്റ്റോഗ്രാഫി അതേപോലെ ഫൈബ്രോസ്കാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഫൈബ്രോസ്കാൻ അപ്പോൾ ഫൈബ്രോസ്കാൻ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കരളിൽ എത്ര കണ്ട് കൊഴുപ്പടിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും അതേപോലെ തന്നെ കരളിൽ കട്ടി കൂടിയിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു F2 ആണോ F3 ആണോ അതെന്ന് പറഞ്ഞാൽ ഫൈബ്രോസ് എത്ര കണ്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് ഫൈബ്രോസ് സ്കാൻ ചെയ്ത് നോക്കിയാലാണ് അറിയുക. പിന്നെ മോഷനിലുള്ള നിറവ്യത്യാസം ഭയങ്കര കറുപ്പായിട്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആസിഡിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളായതുകൊണ്ട് ഒന്ന് എൻഡോസ്കോപ്പി ചെയ്തിട്ട് അൾസറുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതായിരിക്കും അഭികാമ്യം. അതിൽ കൂടുതലായിട്ട് അതാണ് സാധ്യത. ഇപ്പോൾ ഒരു 2 മാസത്തിന് മുന്നേ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഫാറ്റി ലിവർ ഉള്ള ആൾക്ക് പെട്ടെന്നൊരു സിറോസിസും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആകെയുള്ളത് അൾസറായിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഉള്ള എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അൾസറിൽ നല്ല കറുപ്പ് നിറത്തിലായിരിക്കും മോഷൻ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മോഷനിൽ ബ്ലഡ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്തിട്ട് അൾസറുകളൊന്നും ഇല്ല എന്നുള്ളതൊന്ന് ഉറപ്പിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായല്ലോ അല്ലേ? അരിഹാരം ഇതിൽ ഫാറ്റി ലിവറിൻ്റെ ഡയറ്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഫുഡ് പ്ലേറ്റ് കോൺസെപ്റ്റ് ഉണ്ട്. ഫുഡ് പ്ലേറ്റിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് 1/4, പ്രോട്ടീൻ 1/4 എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ 4/1 കാർബോഹൈഡ്രേറ്റ്സ്, 4/1 പ്രോട്ടീൻ, 4/1 ഫ്രൂട്ട്സ്, 4/1 വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലേറ്റ് വലിയ പ്ലേറ്റ് അല്ല, ഒരു ചെറിയ പ്ലേറ്റ് ആക്കിയിട്ട് അതിൽ അങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അളവിലാണ് കാര്യം, എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും എത്ര അളവിൽ കഴിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഷഹന വ്യക്തമാണെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിനുള്ള രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളൊക്കെയാണ് നടത്തേണ്ടത്? അപ്പം ഇനീഷ്യലി അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ ഇപ്പോൾ ഗ്രേഡിംഗ് ഒക്കെ പറയുന്നതൊക്കെ അൾട്രാസൗണ്ടിൽ റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കണം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഈ സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള 2ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ ഈ എൻസൈമുകൾ കൂടും. പ്രത്യേകിച്ച് SGPT എന്നുള്ള എൻസൈം ആയിരിക്കും SGOT-നേക്കാളും കൂടുതലായിട്ടിരിക്കുക. അങ്ങനെയുള്ളത് ബാക്കിയുള്ള ലിവർ പാരാമീറ്റേഴ്സൊക്കെ ഓക്കെയാണ്. ഇതാണെങ്കിൽ ഒരു സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജ് ആവാനാണ് സാധ്യത. അത് കഴിഞ്ഞിട്ട് ഫാറ്റി ലിവർ മാത്രമേ ഉള്ളൂ. സിറോസിസിൻ്റെ വ്യത്യാസങ്ങൾ സ്കാനിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര കണ്ട് കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ട്, ഇത് കട്ടി കൂടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫൈബ്രോ സ്കാനും കൂടെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അത് കൂടാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇതുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ടെസ്റ്റുകളും കൂടെ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് B, C ഇൻഫെക്ഷൻ ഉള്ളവർക്ക് വരാം, ചില ജനിതകമായ അപ്പം പാരമ്പര്യമായിട്ട് കരരോഗം ഉള്ള ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ടെസ്റ്റുകളോട് ചെയ്തിട്ട് അതൊന്നും അല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഏറ്റവും അപകടകരമാകുന്നത് ഏത് സ്റ്റേജിലാണ്? ആദ്യത്തെ 2 സ്റ്റേജ് ചികിത്സിച്ച് മാറ്റാമെന്ന് പറയുന്നു, അതിനുശേഷമാണോ കൂടുതൽ അപകടകരമാകുന്നത്? അതെ, അത് പ്രോഗ്രസ് ചെയ്ത് സിറോസിസിലോട്ട് പോകുമ്പോഴാണ്. അപ്പം അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റും ലൈഫ് സ്റ്റൈലൊക്കെ മോഡിഫൈ ചെയ്തിട്ട് അതില്ലാതെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് സിറോസിസ് ആകാം. സിറോസിസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം കോമ്പൻസേറ്റഡ് എന്ന് പറയും. കോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ കരളിൽ സിറോസിസ് ഉണ്ട് എന്ന് വെച്ച് അത് വെച്ചിട്ട് ആൾക്ക് വലിയ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നുമില്ല. ഈ ഡീകോമ്പൻസേഷൻ എന്ന് പറയുമ്പം അതുമായിട്ട് അനുബന്ധമായിട്ട് എന്ന് പറഞ്ഞാൽ കരൾ ചുരുങ്ങുന്നതിനനുസരിച്ചിട്ട് അവിടെയുള്ള രക്തധമനിയിൽ പ്രഷർ കൂടാം. ആ പ്രഷർ കൂടിയിട്ട് അന്നനാളത്തിലെ രക്തധമനി വികസിച്ച് വന്ന് ബ്ലീഡിങ് വരാം. അതേപോലെ തന്നെ വയറ്റിൽ നീര് കൂടുതലായിട്ട് വരാം. അതേപോലെ ലിവറിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ
ആൽബുമിൻ്റെ അളവ് കുറഞ്ഞിട്ട് കാലിൽ നീര് വരാം, വയറ്റിൽ നീര് വരാം. അതൊക്കെ അതുപോലെ തന്നെ അമോണിയ, ഈ കരളിന് കുറേ പ്രവർത്തനങ്ങളുണ്ട്. അപ്പം ഈ അമോണിയയുടെ അളവൊക്കെ കൂടിയിട്ട് നമ്മുടെ ബോധത്തിൽ വ്യത്യാസം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. അതുകൂടാതെ സിറോസ് പ്രോഗ്രസ് ചെയ്തിട്ട് ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോൾ സെന്ററിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഡോക്ടർ നുസൽ മൂപ്പനുണ്ട്. ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ. നമ്മൾ നേരത്തെ ഈ രോഗലക്ഷണങ്ങളും എല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ ഫാറ്റി ലിവറിൻ്റെ? ചികിത്സയിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പം ഫാറ്റി ലിവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവരിൽ കാണാം, പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം ഉള്ളവരിൽ കാണാം, കൊളസ്ട്രോൾ വ്യതിയാനമുള്ളവരിൽ കാണാം. അപ്പം അങ്ങനെയൊക്കെയുള്ള രോഗികളാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. പിന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അപ്പോൾ അതിൽ ഏറ്റവും അമിതവണ്ണം ഉള്ള ആളുകളിൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് പല മോഡ്സ് ഉണ്ട്. ഒന്ന് ഡയറ്റ് ശ്രദ്ധിക്കുക, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പം നമ്മളൊക്കെ കൂടുതലായിട്ട് ഇരുന്നിട്ടുള്ള ജോലികളും അതൊക്കെ ആകുമ്പോൾ സെഡൻറ്ററി ആയിട്ടുള്ള ജോലികളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഡയറ്റിലാണെങ്കിൽ പലപ്പോഴും പല ഫാറ്റ് ഡയറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ ഡയറ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടൊന്നും കഴിക്കാതിരിക്കുക. അതിൻ്റെയൊക്കെ പലപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാതായി പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ച് പെട്ടെന്ന് റീബൗണ്ട് വെയിറ്റ് ഗെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഐഡിയലി നമ്മൾ പറയുന്ന വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓവർ എ പീരീഡ് ഓഫ് 1 to 2 weeks ഒരു 1/2 kg ഒക്കെ വെച്ചിട്ട് കുറഞ്ഞിട്ട് ഒരു 3 months എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറയ്ക്കാതെ ഇപ്പോൾ ഓൾറെഡി കഴിക്കുന്നതിൻ്റെ ഒരു 2/3 ഒക്കെ ആയിട്ട് കാലറി കുറച്ചിട്ട് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക. സ്നാക്കിങ് ഒഴിവാക്കുക, ഷുഗർ, കാർബ് എക്സസ് ആയിട്ടുള്ളതൊക്കെ കുറയ്ക്കുക, ഫാറ്റും മോഡറേഷനിൽ കഴിക്കുക. അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഡയറ്റിൽ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കുന്നതിനേക്കാളും ഗ്രാജുവലി കുറച്ചിട്ട്. അപ്പോൾ ഇതിൽ സ്റ്റഡീസും ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5% വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റോസിസ് റിവേഴ്സ് ആവും. ഒരു 10% വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ആ ഒരു F2 ഫൈബ്രോസ് ആ ഒരു ലെവലിലുള്ളത് വരെ റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണ രീതി കൂടി നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ ഫാറ്റി ലിവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിനായിട്ട് അനുബന്ധമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഇപ്പം സ്വീറ്റ് ആൻഡ് ബീവറേജസ് ഒക്കെ ഇപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റിമുലേഷൻ, കഫീനൊക്കെ കൂടുതലുള്ള, അതുപോലെ തന്നെ ഷുഗർ എക്സസ് ആയിട്ടുള്ളത് നമുക്ക് ഭയങ്കര ഒരു എനർജി, അതിനോട് ഒരു അഡിക്ഷൻ പോലെ പലപ്പോഴും കാണാറുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആക്ച്വലി ഊർജ്ജത്തിന് ആവശ്യമില്ലെങ്കിൽ പോലും അത് നമ്മൾ ഈ കാലറി ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ഊർജ്ജം നമുക്ക് ഡെയിലി ആവശ്യത്തിനുള്ള ഊർജ്ജത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഈ കോളയും സ്വീറ്റ് ആൻഡ് ബീവറേജസും അത് കഴിക്കുമ്പോൾ ഒരു ഉന്മേഷം പോലെ തോന്നും. അപ്പോൾ അത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഈ എക്സസ് ആയിട്ടുണ്ടാകുന്ന ഷുഗറൊക്കെ പിന്നെ കരളിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാവിയിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതൊരു പരിധി ഒരു വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞിട്ട് ആമാശയത്തിൻ്റെയും കുടലിൻ്റെ ഒക്കെ അവിടെ ആയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഒരു ലിമിറ്റിൽ കൂടുതലാകുമ്പോൾ പിന്നെ കരളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഫാറ്റി ലിവറായി മാറും. അപ്പോൾ ഏറ്റവും മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഈ എക്സസ് ആയിട്ട് വരുന്ന ഷുഗർ ആയിട്ടാണ്. കാർബോഹൈഡ്രേറ്റ് എക്സസ് ആയിട്ട് കഴിക്കുന്നതാണ് പലപ്പോഴും ഫാറ്റി ലിവറായിട്ട് മാറുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിൽ അതായത് മദ്യപാനം ഇല്ലാത്ത ആളുകളിലും ഇത്തരത്തിൽ ഫാറ്റി ലിവർ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന്. ആദ്യഘട്ടത്തിലൊക്കെ ആൽക്കഹോളിക് ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പം കൂടുതലായും ഈ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവറുകളൊക്കെ വരാനുള്ളത് അത് ആ ടെർമിനോളജിയിലാണ് പ്രധാനമായിട്ടുള്ള. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് ഇയറിൽ ഈ ഒരു കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ NAFLD എന്നുള്ള ടേം തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ പണ്ട് ആൽക്കഹോൾ ആയിരുന്നു ഏറ്റവും അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ബാക്കി എന്ത് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാലും അത് NAFLD എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ചറിയുന്നു ഈ മെറ്റബോളിക് സിൻഡ്രോം വെച്ചിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ വരുന്നു. അപ്പോൾ ഒരു മദ്യം കഴിക്കുന്ന ഒരാൾക്കും ഈ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന ആൾക്ക് ഡയബറ്റീസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കും ഡയബറ്റീസ് ഉണ്ടാകാം, ആൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, എന്ന് പറഞ്ഞാൽ രക്താതിസമ്മർദ്ദം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുണ്ടെങ്കിൽ അവർക്ക് ഈ മെറ്റബോളിക് ഈ NAFLD എന്ന് നേരത്തെ പറഞ്ഞിരുന്ന അത് ഇപ്പോൾ പറയുന്നത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ വരാം. അപ്പം മദ്യപിക്കുന്ന ആൾക്ക് ഇതുണ്ടെങ്കിൽ ഇത് രണ്ടും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരാം. അപ്പോൾ അത് ഇപ്പം നമ്മൾ പറയുന്നത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസ് എന്ന് പറയും. അതായത് ആരിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? കാരണം സ്ത്രീകളിലാണോ കൂടുതലുള്ളത്, പുരുഷന്മാരിലാണോ, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ കൂടുതലായിട്ടും ഈ ഫാറ്റി ലിവർ? ഏജ് ഗ്രൂപ്പിനേക്കാളും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് 5
പ്രശ്നങ്ങളുള്ള ആളുകളാണ്. അത് പറഞ്ഞാൽ ഡയബറ്റിസ് ഉള്ള ആളുകളിൽ, രക്താതിസമ്മർദ്ദമുള്ള ആളുകളിൽ, കൊളസ്ട്രോൾ വ്യതിയാനമുള്ള ആളുകൾ, ഡിസ്ലൈപ്പിഡീമിയ, അമിതവണ്ണമുള്ള ആളുകളിൽ. പിന്നെ അല്ലാതെ കാണപ്പെടുന്നത് ഈ തൈറോയിഡിലൊക്കെയുള്ള വ്യത്യാസങ്ങളുള്ളത്, പിന്നെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നുള്ള അവരിലൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളിലാണ് ഈ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത. അപ്പോൾ ഒരു ഡയബറ്റിസ് ഉള്ള ആളുകളിലൊക്കെ പല പഠനങ്ങളും കാണുന്നത് 50 തൊട്ട് 60% വരെ ഡയബറ്റിക്സിന് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡയബറ്റിസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒന്ന് ഫാറ്റി ലിവർ സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ ഇപ്പോൾ പറയുണ്ടായി മറ്റ് പല രോഗങ്ങളും ഫാറ്റി ലിവറിനൊരു കാരണമാകാമെന്ന്. അപ്പോൾ ഫാറ്റി ലിവർ മറ്റെന്തൊക്കെ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്? ഫാറ്റി ലിവർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അതെന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ ലിവറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കണ്ടീഷനല്ല, ഒരു മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ്റെ എൻ്റെ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുള്ള ആളുകളിൽ കൂടുതലായിട്ട് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ചില ക്യാൻസറുകളുടെ റിസ്ക് സാധാരണ ഫാറ്റി ലിവർ ഇല്ലാത്ത ആളുകൾ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് റിസ്ക് ഉണ്ട്. പാങ്ക്രിയാറ്റിക് ക്യാൻസർ, ഈ യൂട്രൈൻ ക്യാൻസർ, അങ്ങനത്തെ പല ക്യാൻസറുകളും ഫാറ്റി ലിവർ ഉള്ളവരിൽ സാധാരണ ആൾക്കാരെക്കാളും കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകളും പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. ഒരു കോളർ കൂടിയുണ്ട്, നൗഷാദാണ് തൃപ്രയാറിൽ നിന്ന് വിളിക്കുന്നത്. നൗഷാദ് ചോദിച്ചോളൂ ഡോക്ടറിനോട്. നമസ്കാരം ഡോക്ടർ. ഓ നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാനൊരു 10-11 വർഷം ദോഹയിലായിരുന്നു, ഖത്തറിലായിരുന്നേ. ഓ ഓ അപ്പൊ ഓൾറെഡി ഫാറ്റി ലിവർ എനിക്കുണ്ട്. ഓ അപ്പൊ ഞാൻ അവിടെ ചെന്ന് ആൾക്കോളിക്കാണ് തുറന്നു പറയാറ്. ഓ അപ്പൊ അവിടെ ചെന്ന് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞ് ബ്ലാക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഓ തല ചുറ്റലായിട്ടുണ്ടോ? തല ചുറ്റിലും ഉണ്ട്. അതോടൊപ്പം തന്നെ തലീസം നടന്നൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് വന്നു. ഓ ഓർമ്മക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഡോക്ടർ നിസാർ മൂപ്പൻ, ഓ അദ്ദേഹത്തെ നമ്മുടെ ഒരു സ്ഥിരം കാണുന്ന ഒരാളാണ്. തലവേദന ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോവാ. ഓ ഓ ഓ അപ്പോ ആണ് ലെഫ്റ്റും ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പോ ഞാൻ ചീത്ത പറഞ്ഞു. ഓ 360 ഒക്കെ മേലെയാണ് കിടക്കുന്നത്, ഈ എന്ത് കളിയാണ് കളിക്കുന്നതൊക്കെ പറഞ്ഞു. അതെ, SGOT ആയിരിക്കും അല്ലേ? SGOT രണ്ടും. അപ്പൊ ബിലോ 41 സാർ ഇങ്ങനെയൊക്കെ എടുക്കുന്നതൊക്കെ പറഞ്ഞു വഴക്ക് പറഞ്ഞു. ഓ നിങ്ങൾക്ക് എങ്ങനെ ഡയബറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഷുഗറോ പ്രഷറോ? വേറൊരു പ്രശ്നം എന്റെ ഒന്നുമില്ല, പ്രഷറോ അങ്ങനെയൊന്നുമില്ല അല്ലേ? ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. ഓ അങ്ങനെ ആകുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ അനുബന്ധമായിട്ടുള്ള കരൾ രോഗം ആവാനാണ് സാധ്യത. അപ്പം അത് മാത്രമല്ല, എനിക്ക് അന്ന് മുതൽ ഒരു മണിക്കൂർ പോലും ഉറക്കം എന്ന് ഡിസോർഡറാണ്. ഓ ഓ ഓ അത് അപ്പോൾ ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും ഈ SGOT 400ന്റെ താഴെയായിട്ടാണ് കാണുന്നത്. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മദ്യപാനം നിർത്തുക എന്നുള്ളത് തന്നെയാണ്. മദ്യപാനം നിർത്തുമ്പം ഒരു സിറോസിസ് അങ്ങനത്തെ ഒന്നും സ്റ്റേജിലായിട്ടില്ലെങ്കിൽ മദ്യപാനം നിർത്തിയിട്ട് ആവശ്യമുള്ള മരുന്നുകൾ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ അത് തിരിച്ച് നോർമലിലേക്ക് വരുന്നതായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് ചിലപ്പോൾ മദ്യപാനം കൂടുതലായിട്ടുള്ള ആളാണെങ്കിൽ നിർത്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നതിനായിട്ടുള്ള ചില മരുന്നുകൾ കൂടെ അതിൻ്റെ കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നിർത്തിയതിന് ശേഷം പിന്നെ നോർമൽ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അത് നോർമലായി വരികയാണെങ്കിൽ അത് ആ മദ്യം കൊണ്ട് മാത്രം ഉള്ള പ്രശ്നങ്ങളായിരിക്കാനാണ് സാധ്യത. അല്ലാതെയും പിന്നെയും എൻസൈമൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? നൗഷാദിന് വ്യക്തമായെന്നാണ് കരുതുന്നത്. ഈ ഒരു ഫാറ്റി ലിവർ അപകടകരമാകുന്നത് ഡോക്ടർ പറയുകയുണ്ടായി സ്റ്റേജ് 2 ശേഷമാണ്. അപ്പം ഈ സിറോസിസ് എന്നുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ കരൾ മാറ്റിവെക്കുക എന്നത് മാത്രമാണോ ഒരു പൂർണ്ണമായിട്ട് അത് മാറാനുള്ളൊരു? പൂർണ്ണമായിട്ട് മാറ്റുന്നത് ഒബ്വിയസ്ലി ആ ഒരു സിറോസിസ് ആയി കഴിഞ്ഞാൽ കരൾ ചുരുങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ ട്രാൻസ്പ്ലാന്റിനും അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. സിറോസ് ഉള്ള എല്ലാ രോഗികൾക്കും നമ്മൾ ചെയ്യില്ല. അത് റിസ്ക്കും ബെനിഫിറ്റും നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു മെൽഡ് സ്കോർ, പല സ്കോറിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ ഡീകോമ്പൻസേഷൻസ്, അത് ഡീകോമ്പൻസേഷൻസ് ഒക്കെ ഓരോ അളവിൽ ഇത്രയിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എസൈറ്റിസ് ഉള്ളത് തീരെ കുറയാതിരിക്കുന്ന രോഗികൾ, ട്രാൻസ്പ്ലാന്റിന് അതിൻ്റേതായ ഇൻഡിക്കേഷൻസ് ഉണ്ട്. എലക്റ്റീവായിട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ രോഗിയുടെ ഇപ്പോഴത്തെ രോഗാവസ്ഥ കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ചിലപ്പം ചിലർ ലിവർ ഫെയിലിയർ ആയിട്ടൊക്കെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അത് ഫെയിലിയർ ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഇതിലേക്കൊക്കെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നല്ല സക്സസ് റേറ്റ് ആണ് പൊതുവിൽ ട്രാൻസ്പ്ലാന്റ് ഉള്ളത്. അങ്ങനെ രോഗികൾക്കാണ്, എല്ലാ രോഗികൾക്കും നമ്മൾ ചെയ്യില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് എപ്പോഴും. ഡോക്ടർ വളരെ നന്ദി. ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ട്, കാരണം കൂടുതൽ ഇപ്പോൾ കേട്ടുവരുന്ന ഒരു രോഗമാണ്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇത്രയും നേരം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് വളരെ നന്ദി.